കേരളത്തിലെ മികച്ച അർബൻ ബാങ്കുകൾക്ക് ചീഫ് എക്സിക്യൂട്ടീവ്സ് ഫോറം ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നാദാപുരം സഹകരണ അർബൻ ബാങ്ക്. 2002 പ്രവർത്തനം ആരംഭിച്ച ഈ ബാങ്ക് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുകയാണ്. എല്ലാ മേഖലയിലും ഉജ്ജ്വല മുന്നേറ്റം കൈവരിച്ച ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ഈ അവാർഡെന്ന് ബാങ്ക് ചെയർമാൻ MK അഷ്റഫ് പറഞ്ഞു. 2 പതിറ്റാണ്ടിലേറെയായി നാദാപുരത്ത് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ മികച്ച ധനകാര്യ സ്ഥാപനമാണ് നാദാപുരം സഹകരണ അർബൻ ബാങ്ക്. 2002 ഈ ബാങ്ക് പ്രവർത്തനം തുടങ്ങിയത്. അരീക്കര അബ്ദുൽ അസീസായിരുന്നു ഇതിൻ്റെ പ്രഥമ ചെയർമാൻ. അതിനുശേഷം ബഹുമാന്യനായ ബംഗ്ലത്ത് മുഹമ്മദ് നീണ്ട 19 വർഷക്കാലം ഈ ബാങ്കിൻ്റെ ചെയർമാനായി. ആ ഭരണസമിതിയുടെ കാലയളവിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ബാങ്കിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ വൈവിധ്യങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ബാങ്ക് വളരെ ക്രിയാത്മകമായി മറ്റ് വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരു ബാങ്ക് കൂടി. ബാങ്കിങ് മേഖല മാത്രമല്ല, മറ്റ് സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തന രംഗങ്ങളിലൊക്കെ തന്നെ ഈ ബാങ്കിൻ്റെ ഇടപെടൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമിതി 1.5 വർഷമായി ഈ ബാങ്കിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ബാങ്കിൻ്റെ കെട്ടിട നവീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന സ്റ്റാഫ്, ഇവിടുത്തെ ജീവനക്കാർ, അവരുടെ നിറഞ്ഞ പിന്തുണയാണ് ഈ ബാങ്കിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ പ്രയാണത്തിന് മുതൽക്കൂട്ടായി മാറുന്നത്. ഇടപാടുകാരുടെയും നാട്ടുകാരുടെയും നിസ്സീമമായ സഹകരണം എന്നും ഈ ബാങ്കിനുണ്ടായിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നെറ്റ് NPA, ക്രാർ, തുടർച്ചയായ ലാഭം, റിട്ടേൺ ഓൺ അസറ്റ്, പെർ എംപ്ലോയീസ് ബിസിനസ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ്, കാസ ഡെപ്പോസിറ്റ്, നോൺ ഇൻട്രസ്റ്റ് ഇൻകം, CD റേഷ്യോ, ബിസിനസ്സിലെ വാർഷിക വർധനവ്, ഡിജിറ്റൽ ബാങ്കിംഗ് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് അവാർഡെന്ന് ജനറൽ മാനേജർ KN അബ്ദുൾ റഷീദ് പറഞ്ഞു. നാദാപുരം സഹകരണ അർബൻ ബാങ്ക് 1996 സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുകയും 2002 മാർച്ച് 2 റിസർവ് ബാങ്ക് ലൈസൻസോടുകൂടി ബാങ്കിങ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. നീണ്ട 24 വർഷം പിന്നിട്ട് വിജയങ്ങളുടെ പടവുകൾ ഒന്നൊന്നായി കയറിക്കൊണ്ട് പ്രയാണം തുടരുകയാണ്. തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഈ ബാങ്ക് RBI നിഷ്കർഷിക്കുന്ന മൂലധന പര്യാപ്തത എല്ലാ വർഷവും RBI പറയുന്ന അളവിൽ കൂടുതൽ സൂക്ഷിച്ച് നല്ല സ്ട്രോങ് ക്യാപിറ്റൽ ബേസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം മെമ്പർമാരുടെയും പൊതുജനങ്ങളുടെയും സഹകരണവും അതിലൂടെ നേടിയെടുത്ത വിശ്വാസ്യതയുമാണ് ഈ ബാങ്കിൻ്റെ വിജയ രഹസ്യം. മേലിലും ഇത്തരം സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും. ആലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം യൂണിറ്റ് ജനറൽ മാനേജർ VS പ്രജീഷാണ് അവാർഡ് സമ്മാനിച്ചത്. അവാർഡ് ലഭിച്ച സന്തോഷം പങ്കിടാൻ ബാങ്കിൽ നടന്ന പ്രത്യേക സംഗമം നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ മൂന്നാംകുനി ഉദ്ഘാടനം ചെയ്തു. ഒരു പുരസ്കാരം കിട്ടിയെന്ന് പറയുമ്പോൾ, CEOs എക്സലൻസ് അവാർഡ് ഇവിടെ കിട്ടിയെന്ന് പറയുമ്പോൾ അത് അവരുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. നേരെ മറിച്ച് അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് സംവദിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ആളുകൾക്ക് ആക്സസിബിൾ ആണ് എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് അവിടത്തേക്ക് വരുന്നവരെ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അറിഞ്ഞ് അവരോട് ഇടപെടുന്ന ജീവനക്കാരുണ്ടാവുമ്പോൾ അവിടത്തേക്ക് വരാനാണെങ്കിലും സൗകര്യം ഉണ്ടാവും, അവർക്ക് വരാനും ഇടപാടുകൾ നടത്താനും താല്പര്യം ഉണ്ടാവും എന്നുള്ളൊരു വസ്തുതയാണ്. ജനങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നാദാപുരം അർബൻ ബാങ്കിന് നേരത്തെ തന്നെ അവരുടെ മനസ്സിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അത് 2004 ശേഷം 2024-25 വർഷത്തെ എക്സലൻസ് അവാർഡിന്റെ രീതിയിൽ സംസ്ഥാനതല പുരസ്കാരമായിട്ട് നാദാപുരം അർബൻ ബാങ്കിൽ കിട്ടി എന്ന് പറയുന്നത് നാദാപുരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷമാണ്. അഭിമാനാർഹമായ ഈ നിമിഷത്തിന്
സന്തോഷ സായാഹ്നം എന്ന് പേര് നൽകിക്കൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേരാനുള്ള ഒരു സമയമാക്കി, ഒരു അവസരമാക്കി മാറ്റിയത് ഇതിന്റെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ബാങ്ക് ചെയർമാൻ MK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പ് ഇൻസ്പെക്ടർ PP സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ അർബൻ ബാങ്കുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഫോറം നൽകിയ അവാർഡ് ഈ വർഷം നാദാപുരം സഹകരണ അർബൻ ബാങ്കിന് ലഭിച്ചിരിക്കുകയാണ്. ഇത് അർബൻ ബാങ്കുകളിൽ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെടുത്തിയാണ് അവാർഡ് നൽകുന്നത്. ഓരോ കാറ്റഗറിക്കും പ്രത്യേകം അവാർഡ് നൽകുന്ന പരിപാടിയാണ്. വടകര താലൂക്കിൽ 3 സഹകരണ അർബൻ ബാങ്കുകളാണുള്ളത്. വടകര, നാദാപുരം, കുറ്റ്യാടി. 3 അർബൻ ബാങ്കുകളും മികച്ച പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ സഹകരണ മേഖലയിൽ ചില വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ ആവശ്യമായ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സഹകരണ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പം സഹകരണ മേഖല അർബൻ ബാങ്കും അവരുടേതായ പിന്തുണയും പ്രോത്സാഹനവുമായിട്ട് ഈ മേഖലയിലുണ്ട്. അർബൻ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം RBIയുടെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളെ മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രയാസമാണ്. എങ്കിൽ കൂടി നമ്മുടെ കേരളത്തിലെ അർബൻ ബാങ്കുകൾ മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പം നാദാപുരം അർബൻ ബാങ്കിന് അവാർഡ് കിട്ടിയ അതിൽ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ സഹകരണ വകുപ്പും പങ്കുചേരുകയാണ്. വൈസ് ചെയർമാൻ PP അശോകൻ മാസ്റ്റർ, സൂപ്പി നരിക്കാട്ടേരി, അഡ്വക്കേറ്റ് KM രഘുനാഥ്, മുഹമ്മദ് ബംഗ്ലത്ത്, അഡ്വക്കേറ്റ് A സജീവൻ, MP ജാഫർ മാസ്റ്റർ, MP സൂപ്പി, NK മൂസ മാസ്റ്റർ, VV മുഹമ്മദ് അലി, CK നാസർ, നിസാർ എടത്തിൽ, E ഹാരിസ്, C രാഗേഷ്, വത്സരാജ മണലാട്ട്, TV മമ്മു മാസ്റ്റർ, ഇസ്മായിൽ വാണിമേൽ, അബ്ബാസ് കണയ്ക്കൽ, CP ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത്. ഇന്ന് സന്തോഷം പങ്കുവെക്കുന്നതിന് ഭരണസമിതി ഏർപ്പെടുത്തിയ പരിപാടിയിൽ പങ്കെടുത്തു. തീർച്ചയായും 1/4 നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഈ അർബൻ ബാങ്ക് പ്രവർത്തന രംഗത്ത് മികവ് കാണിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒന്നാമതായി നിൽക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമാണ്. സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയെ, വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അതെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് സഹകരണ സ്ഥാപനം ഇന്ന രീതിയിലായിരിക്കണം എന്ന ഒരു സന്ദേശം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ അംഗീകാരമാണ് ഈ അവാർഡിലൂടെ ലഭ്യമായിട്ടുള്ളത്. സാധാരണക്കാരന് ഇടപഴകാൻ പറ്റുന്ന, പാവപ്പെട്ടവൻ്റെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് ആവശ്യമായ ലോണും മറ്റും ലഭ്യമാകുന്ന, ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ നാദാപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ ഒരു പുരോഗതിക്ക് നേതൃപരമായ പങ്കുവഹിച്ച ഭരണസമിതിയെയും കഠിനയത്നം ചെയ്ത് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ച ജീവനക്കാരെയും ഈ ഒരു ബാങ്കുമായി സഹകരിച്ച മുഴുവൻ ജനങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ജനറൽ മാനേജർ KN അബ്ദുറഷീദ് സ്വാഗതവും അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജീവ് മറോളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.